ഓ ബ്ലോക്ക് പ്രസിഡന്റ് ഒക്കെ ചെയ്താൽ മതി. മോനെ ഇതിന്റെ ഗിയർ പറ. ഇത് ഫസ്റ്റ് ഇവിടെ ഇല്ലേ? അവിടെ വെച്ചാ പറഞ്ഞോട്ടെ. ഇവിടെ ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇട്ടേക്ക് നോക്ക് വണ്ടി. ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത്. നാട് റോഡിൽ വണ്ടി ഇട്ടിരിക്കുകയാണ് എല്ലാവരും. ജോലി കയറാം. നല്ല സുഖമുണ്ട്. നല്ല ലോങ് ഡിസ്റ്റൻസ് ഓടിക്കണം, അപ്പോഴേ സുഖം കിട്ടത്തില്ല. ദൂരോട്ട് പോകുമ്പോഴേ നല്ല സ്മൂത്തായിട്ട് പോകും. ഡോറിൽ ആളിറങ്ങുമ്പോൾ അലാറം അടിക്കുന്നത് കേട്ടോ. ആ ഫുട്ബോളിൽ ആൾ നിൽക്കുമ്പോഴാണ് അലാറം അടിക്കുന്നല്ലേ? ഫുട്ബോളിൽ ആൾ നിൽക്കുമ്പോഴാണ് അലാറം അടിക്കുന്നല്ലേ? ആണോ? ഒരു അലാറം അടിക്കുന്നത് ഡോർ അടയ്ക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒടുവിൽ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി. അതിന് ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്ന കാലതാമസമേ ഉണ്ടായിരുന്നു. പണ്ട് സ്വിഫ്റ്റ് ബസ്സിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസ് നമ്മളങ്ങനെ സ്വിഫ്റ്റ് ബസ് കിട്ടി. എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. അത്യാവശ്യമേ എടുക്കുന്നുള്ളൂ. ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായി ലാഭത്തിൽ ഓടുക എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടി ഇവിടെയില്ല. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ചന്ദനക്കാമ്പാറയ്ക്ക് ഒരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി കഴിഞ്ഞാൽ ആരുമില്ല. നമ്മൾ തലശ്ശേരി വെച്ചൊക്കെ നിർത്തും. പത്തനാപുരം തലശ്ശേരി വരെ ഒരു വണ്ടി ഫുള്ളായിട്ട് പോയതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബഹുമാന്യായ സ്പീക്കർ നാട്ടിലേക്ക് ഇവിടുന്നൊരു വണ്ടി. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വയ്ക്കാൻ വേണ്ടി, ഒരു ആഡംബരത്തിന് വേണ്ടി KSRTC ബസ്സുകൾ ഇനി എവിടെയും ഓടുകയില്ല. ഞാൻ KSRTC ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും. നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായിരിക്കും കത്തിലുള്ളത്. എല്ലാ ജീവനക്കാരുടെ സംഘടനകളുമായും ഞാൻ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കും.